മലയാളിക്ക് ഒരിക്കലും മടുക്കാത്ത മുഖങ്ങളിൽ ഒന്നാണ് മോഹൻലാൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തുടരും എന്ന സിനിമയുടെ വിജയം. പുലിമുരുകനോ ലൂസിഫറോ എമ്പുരാനോ പോലെ മാസ് എൻ്റർടൈനർ അല്ല തുടരും. ആരാധകരെ രോമാഞ്ചം കൊള്ളിക്കാനായി തിരികെ കയറ്റുന്ന മാസ് രംഗങ്ങൾ ഈ ചിത്രത്തിൽ അധികമില്ല. എന്നാൽ നമുക്ക് ആ സിനിമയിൽ പഴയൊരു മോഹൻലാലിനെ കാണാനാകും. എവിടെയൊക്കെയോ നമ്മൾ കാണാൻ കൊതിച്ച മോഹൻലാലായി വന്നു നിന്ന് വിസ്മയം തീർക്കുകയാണ് അദ്ദേഹം. സാധാരണക്കാരൻ എന്ന ഇമേജിൽ നിന്ന് മാസ് ആക്ഷനിലേക്ക് പടരുന്ന മോഹൻലാൽ പ്രേക്ഷകന് വിസ്മയമാകുന്നതിൽ അത്ഭുതമേതുമില്ല. മോഹൻലാൽ ശോഭന ജോഡി ഒന്നുകൂടി നമ്മെ വിൻറ്റേജ് കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നതും സിനിമയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ നടന വിസ്മയത്തെ പ്രേക്ഷകർക്കായി സ്ക്രീനിൽ തുറന്നുവിട്ട് തരുൺ മൂർത്തി എന്ന സംവിധായകനും മിടുക്ക് കാട്ടുന്നുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും പ്രതിഭയ്ക്ക് മങ്ങലുണ്ടാകില്ല എന്ന അടിവരയിടുന്ന മാന്ത്രികതയ്ക്ക് സാക്ഷ്യം തിയേറ്ററുകളിലെ തിരക്കാണ്. ആദ്യം കാണാം 59 സെക്കൻഡിൽ RDX റാപ്പ്. പ്രേക്ഷക ഹൃദയം കീഴടക്കി മുന്നേറുകയാണ് തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രം തുടരും. റിലീസ് ചെയ്ത കേവലം 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിനെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ് ചിത്രം. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ജനപ്രിയ സിനിമയുണ്ടാക്കാൻ 100 ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റും വേണ്ട, നല്ല കഥയും മേക്കിങ്ങും മതിയെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുകയാണെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. ഇങ്ങനെയാണ് ചിത്രത്തിന്റെ പോക്കെങ്കിൽ എമ്പുരാന്റെ റെക്കോർഡ് തുടരും തകർക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. മോഹൻലാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തുടരും എന്ന സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് വിശദമായി പരിശോധിച്ചാൽ വിൻറ്റേജ് മോഹൻലാലാണ് തുടരുവിനെ വലിയ ഹിറ്റാക്കുന്നത്. വലിയ ഹൈപ്പില്ലാതെ സാധാരണക്കാരൻ്റെ റോളിലാണ് മോഹൻലാൽ ഈ തുടരും സിനിമയിലുള്ളത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ഹിറ്റ് ജോഡി കോംബോ സിനിമയിലുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷത്തിലുണ്ട്. തുടരും സിനിമയിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റാണ്. കാത്തിരിപ്പിനൊടുവിൽ വിൻറ്റേജ് മോഹൻലാലിനെ തിരിച്ചു നൽകിയ ചിത്രമെന്നാണ് ആരാധകർ പറയുന്നത്. ടിക്കറ്റ് കിട്ടാനില്ലാത്ത വിധം തുടരും കാണാൻ ആരാധകരുടെ തിരക്കാണ് നമുക്കറിയാം. ഇതിനകം തന്നെയും പ്രേക്ഷകരെ ആകെ വെറുപ്പിക്കുന്ന വില്ലൻ കഥാപാത്രമായ പുതുമുഖം പ്രകാശ് വർമ്മ വൻ പെർഫോമൻസാണ് നടന്നത്. പ്രകാശ് പ്രമുഖ ആഡ് ഫിലിം കമ്പനിയായ നിർമ്മാണയുടെ സ്ഥാപകനാണ്. മോഹൻലാലും ശോഭനയും മലയാളിയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഹിറ്റ് കോംബോ ആണ്. മോഹൻലാലും ശോഭനയും ചേർന്ന് ഇതുവരെ മലയാളത്തിൽ അഭിനയിച്ചത് 55 സിനിമകളാണ്. 55 സിനിമകൾ. 15 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അവർ വീണ്ടും ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കിയിലാണ് ഇരുവരും അവസാനം ഒന്നിച്ച് അഭിനയിച്ചത്. നമുക്കറിയാം, എല്ലാ വിവരങ്ങളും നമ്മുടെ ആവശ്യമുള്ളതാണ്. മോഹൻലാലും മമ്മൂട്ടിയും നമ്മൾ കഴിഞ്ഞ ദിവസവും വിശദമായിട്ട് ചർച്ച ചെയ്തായിരുന്നു. തുടരും ഞാൻ ഇന്നലെ കണ്ടുപോയിട്ട് ഹർഷൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ പറയാനുള്ളത്? എനിക്ക് പുറത്ത് നടക്കുന്ന ഓളത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാനിത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് എഴുതി വരുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തരുൺ മൂർത്തി നല്ല മിടുക്കനാണ്. കാരണം ആ വിൻറ്റേജ് മോഹൻലാൽ എന്നുള്ളത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലോ. നൊസ്റ്റാൾജി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ. പഴയ മോഹൻലാലിനെ വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഓരോ നടനും ഓരോ കാലത്തിനനുസരിച്ച് പുതുക്കപ്പെടുകയും നടന്മാരും നടിമാരും ഒക്കെ അതെ. ഇപ്പോൾ ടൈറ്റാനിക്കിൽ അഭിനയിച്ച കേറ്റ് വിൻസ്ലെറ്റിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് എന്ന് വെച്ച് കേറ്റ് വിൻസ്ലെറ്റ് ഒരു മോശം നടിയായി മാറിയിട്ടുണ്ടോ? അല്ലല്ലോ. അവർ ഓരോ കാലത്തും പുതുക്കി ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് മോഹൻലാലിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ എല്ലാ കാലത്തും പുതുക്കി മുന്നോട്ട് പോകുന്നുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീരമായ കച്ചവട മൂല്യമുള്ള നടനായി മോഹൻലാൽ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കാലത്ത് സംഭവിച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് പുതുക്കിയിട്ടുണ്ട്. പക്ഷെ പഴയ മോഹൻലാലിനെ വേണമെന്നുള്ള ആവശ്യത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സാധ്യത ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അത് എങ്ങനെ നടപ്പാക്കാമെന്ന് പലരും പല രീതിയിൽ പയറ്റി നോക്കി പാളി. പക്ഷേ തരുൺ മൂർത്തി അതിൽ വിജയിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, ആടുതോമയിലെ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് പറയും. വേറെ ചിലർ താഴ്വാരത്തിലെ ലാലേട്ടൻ ഇതാ നമുക്ക് മുന്നിൽ വന്നത്. അപ്പോൾ ഇതിൽ ഏത് ലാലേട്ടനാണ് യഥാർത്ഥത്തിൽ മുന്നിൽ വന്നത്? അറിയില്ല. ഹർഷൻ കറക്റ്റ് സ്ഥലത്താണ് പറഞ്ഞത്. അതായത് ഞാനിന്നലെ കണ്ടപ്പോൾ പഴയ മോഹൻലാലിനെ അല്ല യഥാർത്ഥത്തിൽ തരുൺ മൂർത്തി പിടിച്ചത്, പല കാലങ്ങളിലെ മോഹൻലാലിനെയാണ്. അതായത് മോഹൻലാൽ മലയാളികളുടെ ഉള്ളിൽ വലിയൊരു സ്ഥിര നിക്ഷേപം ഇട്ടിട്ടുണ്ട്. വലിയ നിക്ഷേപമാണത്. അതിൻ്റെ പലിശ എടുത്തിട്ടാണ് ഇപ്പോൾ മോഹൻലാലും പെർഫോം ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വീണിരിക്കുന്ന സ്ഥിരനിക്ഷേപത്തിൻ്റെ പലിശ എടുത്തിട്ടാണ് നമ്മളും മോഹൻലാലിനെ കാണുന്നത്. അപ്പോൾ തരുൺമൂർത്തി അത് എല്ലായിടത്തും എടുക്കുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടാൽ ഞാനത് PCR ആതിര പറഞ്ഞിട്ടുണ്ട്, അത് കഥയൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് ഇനി കാണാനുള്ള ആളുകൾക്ക് നമ്മൾ അതിൻ്റെ സ്പോയിലർ കൊടുക്കണ്ട. പക്ഷേ എന്നാലും അതിനകത്ത് പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള മോഹൻലാലുണ്ട്. പിന്നെ സാധാരണക്കാരനായ മോഹൻലാൽ, ഇതിപ്പോൾ അറിയാവുന്നതുകൊണ്ട് ശോഭനയുടെ ഭർത്താവായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരായ മോഹൻലാൽ, സാധാരണ മനുഷ്യൻ. അത് പല സിനിമകളിലായിട്ട് നമ്മൾ കണ്ടത്. ഇപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ പലരും പറയും, നമ്മുടെ സ്റ്റോറിയിൽ ഒരു വരി ഞാൻ കണ്ടു, അതായത് പിന്നെ വലിയ ബ്രഹ്മാണ്ഡമായുള്ള പണം വേണ്ട, എമ്പുരാനും ലൂസിഫറും പോലെ വേണ്ട. അത് ഒരു തെറ്റായ കൺസെപ്ഷനാണ്. അതായത് ഈ പറയുന്ന എമ്പുരാനും ലൂസിഫറും ഒക്കെ വേണം. എമ്പുരാനിലും ലൂസിഫറും എല്ലാം യഥാർത്ഥത്തിൽ അത് വിജയിക്കുന്നത് അതിനകത്തും ഈ മോഹൻലാലുണ്ട്. പഴയ കാലത്തെ പല കാലങ്ങളിലെ മോഹൻലാലുണ്ട്. അതായത് സാധാരണക്കാരനായിട്ട് മറ്റേ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട്, പിന്നെ കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഇവിടെ നടക്കുക, പുറത്ത് പോയിട്ട് അബ്രാം ഖുറേഷിയായിട്ട് നടക്കുക, തൃശ്ശൂർ ടൗണിൽ ഹീറോ മോഹൻലാൽ, തൂവാനത്തുമ്പികളിൽ നാട്ടിൻപുറത്ത് പോയി കഴിഞ്ഞാൽ സാധാ കർഷകൻ. അപ്പോൾ ഇങ്ങനെ പലതായിട്ടുള്ള ഈ പല പരിപാടികളുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ഷെയർഡ് ഓർമ്മകളുടെ ഒരു സഞ്ചയമാണ് മോഹൻലാൽ. അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് മോഹൻലാലിനെ കുറിച്ചുള്ളൊരു കളക്റ്റീവായിട്ടുള്ള ഓർമ്മയുണ്ട്. അതായത് എനിക്കൊരു ഓർമ്മയുണ്ട്, ഹർഷനൊരു ഓർമ്മയുണ്ട്, സമൂഹത്തിനാകെ ഒരു ഓർമ്മയുണ്ട്. അത് നമ്മൾ പലതരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ, പല ജാതിയിൽ, പല മതങ്ങളിലായിട്ട് ജീവിക്കുന്ന മലയാളികൾക്ക് 3-3.5 കോടി മലയാളികളുടെ വലിയ ശതമാനത്തിനാളിലും മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഷെയർഡ് ഓർമ്മ, കളക്റ്റീവായിട്ടുള്ള ഓർമ്മയുടെ നല്ല തിരിച്ചുപിടുത്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോഹൻലാൽ എന്തെങ്കിലും ഇനി പുതിയ എന്തെങ്കിലും വലിയ ബ്രഹ്മാണ്ഡമായുള്ള അഭിനയമോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സിനിമകൾ കൊണ്ടുവന്നിട്ടോ ആയിരിക്കില്ല. അദ്ദേഹം ആ മലയാളികളുടെ മനസ്സിൽ ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു FD ഇട്ടതുപോലെ വെച്ചിരിക്കുന്ന പഴയ ഓർമ്മകളുടെ പലിശ എടുത്തിട്ടായിരിക്കും മോഹൻലാലും അദ്ദേഹത്തെ വെച്ച് സിനിമ ഉണ്ടാക്കുന്ന ആളുകളും ഇനിയുള്ള ലാഭം ഉണ്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ തരുൺമൂർത്തി തുടരും ഞാൻ കണ്ടത്. നല്ല സിനിമയാണ്, പോയി കാണേണ്ടതാണ്. ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളങ്ങാൻ കഴിവുള്ള നടനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മോഹൻലാൽ. സംവിധായകൻ കൈയടക്കത്തോടെ ഉപയോഗിച്ചാൽ സ്ക്രീനിൽ മാന്ത്രികത കാണിക്കുന്ന അതുല്യ കലാകാരൻ. തുടരും എന്ന സിനിമയ്ക്ക് തൊട്ടുമുമ്പ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം എമ്പുരാനാണ്. ആ ചിത്രം പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വലിയ വിമർശനവും ബഹിഷ്കരണവും മോഹൻലാലിന് ഉണ്ടായി. എന്നാൽ ബഹളങ്ങളില്ലാതെ വന്ന തുടരും എന്ന സിനിമയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. തിയേറ്ററുകളിൽ ആളെ കയറ്റാൻ മലയാളത്തിലെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളിലൊന്ന് മോഹൻലാലിൻ്റെ പ്രതിഭയാണ് എന്ന് നിസ്സംശയം പറയാം. മോഹൻലാലിനൊപ്പം ശോഭന കൂടി എത്തുന്നതോടെ നാടോടിക്കാറ്റും പവിത്രവും മിന്നാരവും തെന്മാൻകുമ്പത്തും വെള്ളാനകളുടെ നാടുമെല്ലാം പ്രേക്ഷക മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇനിയും പ്രേക്ഷക മനസ്സിനെ തൃപ്തിപ്പെടുന്ന നിരവധി സിനിമകൾ ചെയ്യാൻ മോഹൻലാലിന് സാധിക്കട്ടെ എന്ന് RDX പ്രത്യാശിക്കുന്നു.